കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തലവലപ്പറമ്പിലെ ഈ പ്രാർത്ഥന, ഈ മാസത്തെ ഈ പ്രാർത്ഥനയിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, ഒരു വലിയ മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ക്ഷാമം, ഭൂകമ്പം, പകർച്ചവ്യാധി എന്ന് വേണ്ട ദൈവവചനത്തിൻ്റെ പ്രാവചനിക നിവൃത്തികൾ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇതൊക്കെ മീറ്റുനോവിൻ്റെ ആരംഭമെന്ന് കർത്താവ് പറഞ്ഞു. ഇതൊക്കെ ആരംഭമാണ്. കർത്താവിൻ്റെ വരവിന് മുമ്പുള്ള നടക്കേണ്ട സംഭവങ്ങളുടെ ആരംഭങ്ങളാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ നടുവിൽ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടുന്ന വചനങ്ങളും ഉപദേശങ്ങളും അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ച് കളയരുത്. ഈ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയ വലിയൊരു സത്യം, ദൈവരാജ്യം, സ്വർഗരാജ്യം അല്ലെങ്കിൽ നിത്യത എന്നുള്ളൊരു സബ്ജക്റ്റ് വിശ്വാസികളുടെ മനോമുഖരത്തിൽ നിന്ന് വിട്ടുപോയോ എന്നെനിക്ക് ചിന്തയുണ്ട്. അതിനെക്കുറിച്ച് അധികം പ്രസംഗങ്ങളൊന്നും ആരും പ്രസംഗിക്കുന്നില്ല. വളരെ ദുർലഭമായി, വളരെ ചെറിയ തോതിൽ, ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ അതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നുള്ളൂ. ബഹുഭൂരിപക്ഷം പ്രസംഗങ്ങളും ശുശ്രൂഷകളും ലോകത്തിലെ കാര്യങ്ങളാണ് എന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് അന്ത്യകാല ലക്ഷണമാണ്. ലവോദിക്ക എന്ന വിഷയം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിന് മുൻപ് ഈ ഭൂമിയിലുള്ള ആത്മീകരെന്ന് പറയുന്നവരുടെ ഒരു അനുഭവമാണ് ലവോദിക്ക. ആത്മീക കുരുട്, ആത്മീക ദാരിദ്ര്യം, ആത്മീക നഗ്നത. ഇത് മൂന്ന് നിമിത്തം അരിഷ്ടന്മാരും ദരിദ്രന്മാരുമായി ആത്മീകമായ വിശ്വാസികൾ തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് എത്രയോ നാളായി ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പ്രിയ ദൈവമക്കളെ, ഇതിൻ്റെ നടുവിൽ നമ്മൾ ആ അനുഭവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്ന, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്ന വിശുദ്ധന്മാരുടെ സംഘമായി നമ്മൾ തീരുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കേണ്ടത് ആവശ്യം. മത്തായി 25 10 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി മണയറയിൽ പ്രവേശിച്ചു. അപ്പോൾ കർത്താവിൻ്റെ വരവിൽ ആരാ പോകുന്നത്? ഒരുങ്ങിയിരിക്കുന്നവർ, ഉണർന്നിരിക്കുന്നവർ, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ. അല്ലാതെ ഒരു ഞായറാഴ്ചത്തെ മീറ്റിംഗ്, ഒരു വെള്ളിയാഴ്ചത്തെ മീറ്റിംഗ്, ഇടയോഗങ്ങളിലെ കോട്ടയം മീറ്റിംഗ്, ആ മീറ്റിങ്ങുകളൊക്കെ ഇങ്ങനെ ചെയ്ത് അതിൽ സംതൃപ്തി അടഞ്ഞു പോകുകയല്ല. ഓരോ മീറ്റിങ്ങുകളിലും, ഓരോ കൂടിവരവിലും, ഓരോ ആത്മീകമായ സ്തോത്രം അനുഭവങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അതിലൂടെ നമ്മൾ ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുവാൻ വ്യഗ്രതയോടെ നമ്മൾ മുമ്പോട്ട് പോകണം. നമ്മളിവിടെ പരദേശികളാണ്, നമ്മൾ പ്രവാസികളാണ്. ഒരല്പകാലം ഇവിടെ നമ്മളായിരിക്കുന്നു. അല്പകാലം എന്ന് പറഞ്ഞാൽ മോശ അതിന് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ എത്രയാണ്? 70 80 സംവത്സരം. ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞെന്നൊക്കെ ഇരിക്കാം. അത് കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടും. സങ്കീർത്തനക്കാരൻ പറയുന്നത് പറന്നു പോകുന്നു, എങ്ങോട്ട് പറന്നു പോകുന്നു എന്ന് ഞാൻ സാധാരണ ചോദിക്കാറുണ്ട് എൻ്റെ പ്രസംഗ ഭാഷയിൽ. അപ്പോൾ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്നുള്ളത് അവരവരാണ് തിട്ടപ്പെടുത്തേണ്ടത്. ഓരോരുത്തരും മരണാനന്തര ജീവിതം ക്രിസ്തുവിനോടുകൂടി ആയിരിക്കണമെന്ന് നമ്മളാണ് അത് തിട്ടപ്പെടുത്തിയെടുക്കേണ്ടത്. അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ കൂട്ടായ്മ, അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന, അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ കൂടിവരവുകൾ, അതിനുവേണ്ടി ആയിരിക്കണം സഭായോഗം, കോട്ടേജ് മീറ്റിംഗ്. ഏത് ആത്മീകമായ കൂടിവരവ് നമ്മൾ നടത്തിയാലും നമ്മുടെ ഒരുക്കം പൂർത്തീകരിച്ച് അരുമനാഥൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം എന്നുള്ള ഒരു വലിയ ചിന്ത നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഉണ്ടായിരിക്കണം. അതാണ് കർത്താവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഞാനും നിങ്ങൾക്കും പകർന്നു തരാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇനി അധിക കാലം ഈ ലോകം മുമ്പോട്ട് പോകുകയില്ല. കാരണം വിശുദ്ധ പ്രവാചകന്മാർ എഴുതിയിരിക്കുന്ന വചനങ്ങൾ നിറപടിയായി നിറവേറിക്കൊണ്ടിരിക്കുക. ഇനി എത്ര കാലമുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. വളരെ ഷോർട്ട് പീരീഡ് ആണെന്നുള്ളത് ഇസ്രയേലിനെ നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയും. നമുക്കറിയാം, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-39 അധ്യായം, 37 അധ്യായം ചെതറിക്കിടക്കുന്ന അസ്ഥിയാണ്. യഹൂദൻ ചെതറിക്കിടക്കുകയായിരുന്നു. ലോകം മുഴുവൻ
ആ അസ്ഥികൾ വന്ന് കൂടുന്ന ചരിത്രമാണ് 37 നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം 38-39 ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ പർവ്വത നിരകളിൽ യുദ്ധത്തിനായിട്ട് കൂടി വരുന്ന ഒരു ചിത്രമാണ് യെഹെസ്കേൽ 38-39 അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ആ യുദ്ധത്തിനായിട്ട് കൂടി വരണമെങ്കിൽ അവിടെ ഒരു മഹാസംഭവം നടന്നിരിക്കണം. എന്താ നടക്കേണ്ടത്? ഈ റഷ്യ മിഡിൽ ഈസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചോ? പ്രവേശിച്ചു. ഓക്കെ, മിഡിൽ ഈസ്റ്റിൻ്റെ ഉള്ളിൽ റഷ്യ പ്രവേശിച്ചു. അവരുടെ ആലോചനകൾ അവർ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക. അവരുടെ പ്രവൃത്തികൾ ഈ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനമായിട്ട് ഗോഗ് മാഗോഗിൻ്റെ കൂടെ വരുന്നത് പാർസികൾ എന്ന് പറയുന്ന ഇന്ന് കാണുന്ന ഇറാനികളാണ്. ഇസ്രയേലിനോട് ഏറ്റവും വിരോധമുള്ള ഒരു രാജ്യമാണ് സ്വത്രം ഇറാൻ. ഇസ്രയേലിനെ നേരിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഭീകര സംഘടനകളായ 8-10 ഭീകര സംഘടനകൾക്ക് പണം കൊടുത്ത്, ആയുധം കൊടുത്ത്, വലിയ വലിയ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത്, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇസ്രയേലിനെതിരെ അവർ യുദ്ധത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുക, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അതിൻ്റെ നടുവിൽ ഇസ്രയേൽ കുലുങ്ങാതെ നിൽക്കുന്നതിൻ്റെ കാര്യം ദൈവം അവരുടെ പക്ഷത്ത് ഉണ്ട്. ഹല്ലേലൂയ. ദൈവം അവരോടുകൂടെ പക്ഷി യെരുശലേമിനെ പറന്ന് സൂക്ഷിക്കുന്നത് പോലെ ഞാൻ അവരെ സൂക്ഷിക്കുമെന്ന് പ്രവചനവാക്യത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ എന്തിനു ഇത് പറഞ്ഞു? റഷ്യ ഇതാ ഇറാനുമായിട്ട് സഖ്യത കൂടി. ഇറാനെ ആര് ഉപദ്രവിക്കുന്നുവോ അവർക്ക് സഹായമായി ആയുധങ്ങൾ കൊണ്ടും മറ്റെല്ലാ നിലയിലും അവരെ സഹായിച്ച് അവരോടൊപ്പം നിൽക്കുക. ഈ ഒരു സംഭവം മാത്രം മതി നമുക്ക് നമ്മുടെ കാലം തീരാറായി എന്നുള്ളത് മനസ്സിലാക്കാൻ. വേറെ ഒന്നുമില്ലെങ്കിൽ പോലും ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഈ ഒറ്റ വിഷയത്തെ എടുത്ത് പഠിച്ചാൽ മതി. ഇസ്രയേലുമായിട്ട് മറ്റു പോലെ ഒരു 6-7 രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പോകാറ്. അതിനു മുമ്പ് സഭയെടുക്കപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ കിരാത ഭരണം നടക്കുന്ന സമയത്താണ് സ്തോത്രം യെരുശലേം ദേവാലയം പണിയപ്പെടുന്നത്. ഞാനത് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ പല മെസ്സേജുകൾ ആ വിഷയം കയറി വരുന്നുണ്ട്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേൾക്കാത്തവരൊക്കെ കേൾക്കണം, ഗ്രഹിക്കാത്തവരൊക്കെ ഗ്രഹിക്കണം, അതിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. യഹൂദൻ ദേവാലയം പണിയാൻ വേണ്ടുന്ന എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കഴിഞ്ഞു. അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം അവർ റെഡിയാക്കി കഴിഞ്ഞു. യേശുക്രിസ്തു വന്ന് ഈ 7 വർഷം മഹോദരം ഈ ഭൂമി തുടങ്ങും. ആ സമയത്ത് ആലയം പണിയും. ആ പണിയാൻ നേരത്ത് ഇസ്ലാം രാജ്യങ്ങളൊക്കെ വളരെ എതിർപ്പുകൾ കൊണ്ടുവരും. പക്ഷേ അവരെല്ലാം ഒതുക്കി മാറ്റിയിട്ട് യേശുക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ പണി തുടരും. ആ പണി തുടങ്ങും. തീത്തോസ് തകർത്ത് കളഞ്ഞ യെരുശലേം ദേവാലയം യേശുക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ സ്തോത്രം ആര് പണിയും? ഇസ്രായേൽ പണിയും. ആ പണിയുന്നതിന് മുൻപ് ദൈവസഭ ഇവിടെ നിന്ന് മാറ്റി. അതായത് 2 ദേവാലയം ഒരു സമയത്ത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോഴുള്ള സഭയാം ദേവാലയം, മറ്റു യെരുശലേം ദേവാലയം. അപ്പം അങ്ങനെയെങ്കിൽ സമയങ്ങൾ വളരെ മുമ്പോട്ട് പോയിരിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്നോ, സ്തോത്രം, പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിന് വേണ്ടി കാത്തിരിക്കണമെന്നോ ആർക്കും ചിന്ത ഉള്ളതായിട്ട് ഞാൻ തോന്നുന്നില്ല. നമ്മൾ ചുരുക്കം ചില ഗ്രൂപ്പുകൾ മാത്രമേ, കൂട്ടായ്മക്കാർ മാത്രമേ ഇതിനെക്കുറിച്ച് ആഴമായി പഠിക്കുകയും ധ്യാനിക്കുകയും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരൊക്കെ ഒരു 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 പൊത്തുവരുത്ത നിലയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അതിന് അവർ പറയുന്ന ഒരു രീതി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ കാര്യം കർത്താവ് വരുമ്പോൾ നമ്മളെല്ലാം അങ്ങ് പോകുന്നത്. അതാണ് അപകടം. കർത്താവ് വരുമ്പോൾ നമ്മൾ പോകണമെങ്കിൽ അതിന് യോഗ്യതയുണ്ട്. അതിന് ആത്മീയ വളർച്ച വേണം, അതിന് ആത്മീയ വർധന വേണം, അതിന് ആത്മീയ നിറവ് വേണം, അതിന് ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കണം, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരണം, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരണം. ഈ ദിവസങ്ങളിൽ ഞാനിത് അടിക്കടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക.
കാരണം ഇത് അന്ത്യകാല സന്ദേശങ്ങളാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള ക്വാളിറ്റി വചനത്തിലൂടെ നമുക്ക് കർത്താവ് തരുന്നുണ്ട്. ഉപദേശം കർത്താവ് തരുന്നുണ്ട്. ആ ഉപദേശം പഠിച്ചനുസരിക്കണം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ ഒന്ന് വായിക്കാം. എഫെസ്യർ 4:11. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ചിലരെ എന്ന് തുടങ്ങുന്ന ഭാഗം 11 മുതൽ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ എളിയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചു. ദൈവം നിയമിച്ചിരിക്കുക ശുശ്രൂഷ വൃത്തങ്ങളെ. അടുത്ത അത് നാം എല്ലാവരും, ആ നിയമിച്ചത് അതെന്നുള്ളതിന് ആ നിയമിച്ചത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രാപിക്കോളം. കേട്ടെ, അപ്പൊ ദൈവ ശുശ്രൂഷ വൃന്ദങ്ങളെ സഭയെ നിയമിച്ചിരിക്കുന്ന എന്തിനാ? വിശ്വാസത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയിൽ തികഞ്ഞ പുരുഷത്വം പ്രാപിച്ച് ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിലേക്ക് നടത്തപ്പെടണം. അതാണ് കർത്താവിന്റെ ഒരു പോകാനുള്ള യോഗ്യത. അതിനുവേണ്ടിയാണ് ശുശ്രൂഷകന്മാരെ നിയമിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് സഭയ്ക്ക് ക്രിസ്തുവിനെ തലയായി കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ശുശ്രൂഷകന്മാരെ കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ സഭയെ അനുഗ്രഹിച്ച് നിർത്തിയിരിക്കുന്നത്. ഇത് സംഭവിക്കുന്നില്ലെന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാരെ ശുശ്രൂഷ കൊണ്ട് വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവും നമ്മളെല്ലാവരും പ്രാപിക്കണം. ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവ് ക്രിസ്തുവിന്റെ തലയോളം വളരണം. അതിനാണ് ഉപദേശം, അതിനാണ് ശുശ്രൂഷകന്മാർ, അതിനാണ് ആത്മാവ്, അതിനാണ് ശുശ്രൂഷ വൃന്ദങ്ങൾ, അതിനാണ് സഭയ്ക്ക് തലയായി ക്രിസ്തുവിനെ തന്നിരിക്കുന്നത്. ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു പോകാനുള്ള കാണത്തില്ല. ഇതാ വിഷയം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ദൈവ വചന വ്യവസ്ഥ പ്രകാരം ഒരുങ്ങി നിൽക്കേണ്ട ആവശ്യം നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. സ്തോത്രം. നമ്മൾ തീമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ വിഷയം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 6:27 വായിച്ച യോഹന്നാന്റെ സുവിശേഷം 6:27 വാക്യം. സ്തോത്രം 27. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, ആമേൻ, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വാക്യത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പഴയ നിമിത്തത്തിലും പുതിയ നിമിത്തം ഒരുമിച്ച് പഠിക്കുവാൻ കർത്താവ് കൃപ തരണമേ. ആവശ്യമായ വചനങ്ങൾ അതാത് സമയങ്ങളിൽ ഞങ്ങൾക്ക് തരണമേ. ഈ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും ഈ ദൈവവചനമാകുന്ന മന്ന ഭക്ഷിച്ച് ആത്മീയമായി ബലപ്പെട്ട് കരുത്തന്മാരായ ശക്തന്മാരായ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന പോരാളികളായി തീരുവാൻ, ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് വിജയശ്രീ ലാളിതരായി കർത്താവേ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുന്ന കരുത്തന്മാരായി തീരുവാൻ സാധുക്കളാകുന്ന ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവ് വചനത്തിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടപ്പോരുകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദൈവവചനം പഠിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ. സർവമഹത്വവും പിതാവിന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാന ഒരു അധ്യായമായിട്ട് നമുക്ക് പ്രധാന അധ്യായങ്ങളിൽ ഒരു അധ്യായമാണ് 6-ാം അധ്യായം. 17-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. 17-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്താണ്? പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. സ്തോത്രം. അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നീ ലോകത്തിൽ തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരെ പിതാവ് കർത്താവിന് കൊടുത്തതാ. സ്തോത്രം. ഈ അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് സാധാരണ ആൾക്കാരല്ല.
അവർ പിതാവ് സെലക്ട് ചെയ്ത് പുത്രന് കൊടുത്തതാ. പുത്രൻ അവർക്ക് എന്ത് ചെയ്തു? പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, ഇവരുടെ വചനത്താൽ എന്നെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ആ വചനത്തിന്റെ ഘടന നോക്കിയേ. അപ്പൊ അവര് പറയുന്ന വചനം കേട്ടാൽ നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നത്. യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന അപ്പോസ്തലന്മാരാ, മോശയല്ല. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പൂർണ്ണമായ ചിത്രം സുവിശേഷത്തിലൂടെ തരുന്നത് അപ്പോസ്തലന്മാരാണ്. അതുകൊണ്ട് അവരുടെ സ്തോത്രം പ്രബോധനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. നിങ്ങൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 വാക്യങ്ങൾ പടപടേന്ന് വായിക്കാം. വാക്യം വായിച്ച് വാസ്തു നമ്മളെ സഹായിക്കും. എഫേസർ 3-ന്റെ സ്തോത്രം 2-3 വാക്യങ്ങളൊന്ന് വായിച്ചോ. 1 മുതൽ. ബദ്ധനായിരിക്കുന്നു. എഴുതിയതുപോലെ കേട്ടിട്ടുണ്ടല്ലോ. ആമേൻ. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ ഉൾപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ശ്രദ്ധിക്കേ, ആ മർമ്മം അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടതുപോലെ, അപ്പോസ്തലന്മാർക്ക് പ്രവാചകന്മാർ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ, പഴയ നിയമ കാലഘട്ടങ്ങളിൽ ആർക്കും അറിയായി വന്നില്ല. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ക്രിസ്തുവിന്റെ പ്രമാണത്തിന്റെ വെളിപ്പാട്, അത് അപ്പോസ്തലന്മാർക്കാണ് ഏൽപ്പിച്ചത്, മറ്റാർക്കുമല്ല. പഴയ നിയമത്തിൽ എത്രയോ കരുത്തന്മാരുണ്ട്. മോശയെപ്പോലെ പ്രവാൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തില്ല. യോസേഫ്, എന്തിനേറെ പറയുന്നു, എബ്രായ ലേഖനം 12-ാം അധ്യായം പഠിക്കുമ്പോൾ ഹാബേൽ മുതൽ ശമൂവേൽ പ്രവാചകന്മാർ വരെ പറയുന്ന ഒത്തിരി കരുത്തന്മാരായ കഥാപാത്രങ്ങൾ പഴയ നിയമത്തിലുണ്ട്. അവർക്ക് ആർക്കും ഈ മർമ്മം വെളിപ്പെടുത്തി കൊടുത്തില്ല. അബ്രഹാമിന് വെളിപ്പെട്ടില്ല, യോസഫിന് വെളിപ്പെട്ടില്ല, ശമൂവേലിന് വെളിപ്പെട്ടില്ല, സ്തോത്രം, ദാവീദിന് വെളിപ്പെട്ടില്ല, ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിന് വെളിപ്പെട്ടില്ല, നോഹയ്ക്ക് വെളിപ്പെട്ടില്ല. അവരെല്ലാം പഴയ നിയമത്തിലെ ശക്തന്മാരായ കഥാപാത്രങ്ങളാണ്. അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് ഈ മർമ്മം വെളിപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് വാത്സല്യ പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അവർക്ക് പ്രാധാന്യതയുണ്ടെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, അതില് അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? 40ഓളം പ്രാവശ്യം അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവർക്ക്, അവരുടെ, അവരെ, അവരിൽ എന്ന പദം ഏകദേശം ഈ ഒരധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 40ഓളം പ്രാവശ്യം അപ്പോസ്തലന്മാരെ എടുത്ത് പറയുന്നുണ്ട്. അത് അവരുടെ പ്രാധാന്യതയാണ് കാണിക്കുന്നത്. പണ്ടൊക്കെ ദേവദാസന്മാർ പറയുമായിരുന്നു, ഒരു അധ്യായത്തിൽ തന്നെ ഒരു പദം പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ അതിൽ വളരെ ആശയ ഗാംഭീര്യമുണ്ട്, അല്ലെങ്കിൽ അതിന് പ്രാധാന്യതയുണ്ട്. അത് വളരെ കറക്റ്റാണ്. എന്നതുപോലെ സ്തോത്രം, അപ്പോസ്തലന്മാരെ അത് അത്രത്തോളം എടുത്തിവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ വചനം അവരെ വരവേൽപ്പിച്ചു, മറ്റാരെയും വരവേൽപ്പിച്ചില്ല. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17 വാക്യങ്ങൾ പാസ്റ്റർ ഒന്ന് വായിക്കും. ഈ വാക്യങ്ങൾ വായിച്ച് പ്രസംഗിക്കാനാണ് എൻ്റെ ഹൃദയത്തിൽ പേരണ. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 17 മുതൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. കഴിഞ്ഞുപോയി, തീർന്നിരിക്കുന്നു. അടുത്ത ആമേൻ. നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. പിതാവാം ദൈവം യേശുക്രിസ്തു മൂലം ദൈവത്തോട് മനുഷ്യനെ നിരപ്പിക്കുക. ആ നിരപ്പിന്റെ ശുശ്രൂഷ മനുഷ്യരാകുന്ന ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അടുത്ത പോന്നു. അടുത്ത ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ വരമേൽപ്പിച്ചിരിക്കുന്നു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക്, നിരപ്പിന്റെ വചനം ഞങ്ങൾക്ക്. മറ്റാർക്കും ഇല്ലേ? ഇല്ല. മോശയ്ക്കില്ലേ? ഇല്ല. യോസഫിനില്ലേ? ഇല്ല.
ഏലിയാവിനില്ലേ? ദാവീദിനില്ലേ? സൊളോമോനില്ലേ? ഇല്ല. ആദ്യം അപ്പോസ്തലന്മാർക്ക് മാത്രം തന്നിരിക്കുന്നു. ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരിക. പുതിയ യെരൂശലേം എന്നുള്ള വിഷയം വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ ഗോത്രങ്ങളുടെ പേരാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലേ? ഗോത്രങ്ങളുടെ പേര് പഴയ നിയമ ഗോത്രങ്ങളുടെ പേരാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ പേരുകൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. പഴയ നിയമത്തിൽ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതി പുതിയ യെരൂശലേമിൽ വെച്ചിരിക്കുമ്പോൾ പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരുടെ പേരുകൾ എഴുതി വെച്ചിരിക്കുക. അവിടെ ഗോത്രത്തിന്റെ പേര്, ഇവിടെ വ്യക്തികളുടെ പേര്. അപ്പൊ അപ്പോസ്തലന്മാരുടെ പ്രാധാന്യത അത് കാണിക്കും. കാരണം പിതാവ് യോഹന്നാൻ 17:6 ഞാൻ നേരത്തെ വായിച്ചു. പിതാവേ, നീ എനിക്ക് തന്നിട്ടുള്ളവർ അവർ നിനക്കുള്ളവരാണ്, നീ അവരെ എനിക്ക് തന്നു, അവർക്ക് ഞാൻ നിന്റെ വചനം കൊടുത്തു. നിങ്ങളെ തള്ളുന്നവർ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവരെ അയച്ചവനെ തള്ളുന്നു. ആ നിലയിൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ചോണം. സ്തോത്രം. അങ്ങനെ കാര്യങ്ങൾ പഠിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന്റെ പ്രാധാന്യത എന്താണെന്ന് നമ്മൾ ആഴത്തിൽ ഗ്രഹിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസ ജീവിതം ശുഷ്കിച്ചു പോകും, നമ്മുടെ വിശ്വാസ ജീവിതം തകർന്നു പോകും, നമ്മുടെ വിശ്വാസ ജീവിതം മുരടിച്ചു പോകും. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഉപദേശം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. കർത്താവും അപ്പോസ്തലന്മാരുമാണ് പുതിയ നിയമസഭയെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഇനി ഞാൻ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ ആ വാക്യത്തിലേക്ക് വരികയാണ്. സ്തോത്രം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. ആ വാക്യം 27, 6:27. സ്തോത്രം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ഇത് പിതാവാം ദൈവം മുദ്രയിട്ടിരിക്കും. ഈ വാക്യം പറയാനുള്ള പശ്ചാത്തലം എന്താ? അതിൻ്റെ 6 മുതൽ നമ്മളൊന്നും പഠിച്ചു വരുമ്പോൾ വലിയ പുരുഷാരെല്ലാം വായിക്കാൻ സമയമില്ല. വലിയ പുരുഷാരം കർത്താവിൻ്റെ പുറകെ വന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ആഹാരം കൊടുക്കണം. അപ്പം നുറുക്കി കൊടുത്ത് അവരെ പോഷിപ്പിച്ച് അവരെ തൃപ്തിപ്പെടുത്തി അവരെ പറഞ്ഞയച്ചു. പിറ്റേ ദിവസവും ഇവര് അനിപണികാവുന്ന 22 വരെ 22 തൊട്ടൊന്ന് വായിച്ചോട്ടെ പാസ്. എന്തോ ശിഷ്യന്മാർ മാത്രം ഗ്രഹിച്ചു. അടുത്ത് എത്തിയിരുന്നു. ചോദിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം ദൈവത്തിലായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നു. നശിച്ചു പോകുന്ന അപ്പോഴാണ് കർത്താവ് പറഞ്ഞത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനോട് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ഇവിടെ പുരുഷാരം എന്നൊരു പദമുണ്ട്. യേശുവിന്റെ പിറകെ പോയ പുരുഷാരം. ഇന്നും യേശുവിന്റെ പിറകെ പോകുന്ന പുരുഷാരം രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് നിത്യജീവന് വേണ്ടി യേശുവിന്റെ പുറകെ പോകുന്ന പുരുഷാരവും, ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി യേശുവിന്റെ പുറകെ പോകുന്നു. നമ്മൾ ഏത് കൂട്ടത്തിൽപ്പെട്ടവരാണെന്ന് ഇന്ന് നമ്മൾ വിധി എഴുതണം. ഇലക്ഷന് വിധി എഴുതുന്ന പോലെ യേശുവിന്റെ പുറകെ പോകുന്ന നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ഇന്ന് നമ്മൾ നിർണ്ണയിക്കണം. എൻ്റെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഞാൻ പോകുന്നത്? എനിക്കൊരു രോഗസൗഖ്യം, എൻ്റെ പ്രാർത്ഥിച്ചെൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വിടുതൽ, എൻ്റെ ഭാര്യയ്ക്കൊരു വിടുതൽ, ഒരു നല്ല ജോലി, ഒരു വിസ, ഒരു നല്ല കാർ, ഒരു വീട്, ഭൗതികമായ കാര്യങ്ങൾ, അതിനുവേണ്ടിയാണോ യേശുവിൻ്റെ പുറകെ പോകുന്നത്? അതോ ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ പോയതുപോലെ? കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്തിനാ പോയത്? നിത്യജീവമൊഴികൾ ഇന്നിലുണ്ടോ പരനെ
നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞ വാത്സല്യ ശിഷ്യന്മാരുടെ ഫോളോവേഴ്സാണ് നമ്മള്. ഇവിടെ ഓരോ സെലിബ്രിറ്റികളുണ്ട്. ഇപ്പോൾ സിനിമ ഫീൽഡിലും ഫുട്ബോൾ ഫീൽഡിലും മെസ്സിക്ക് ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഉണ്ട്. ലക്ഷക്കണക്കിനാണ്, ലക്ഷമല്ല കോടികളാണ്. റൊണാൾഡോയ്ക്ക് കോടികളാണ്. മമ്മൂട്ടി, മോഹൻലാലിനൊക്കെ കോടികളാണ്. അവരുടെയൊക്കെ ഫാനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. നമ്മൾ ആരെയാ ഫോളോ ചെയ്യുന്നത്? യേശു ക്രിസ്തുവിനെ ഫോളോ. നമ്മൾ എന്തിനാ ഫോളോ ചെയ്യുന്നത്? അടുത്ത് നിത്യജീവന് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കർത്താവിന്റെ പുറകെ പോകുന്നവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വലിയ സന്ദേശം ഇന്ന് പലക്കാലം നമ്മളെ മാറ്റിമറിക്കട്ടെ പ്രിയമുള്ളവരെ. സ്തോത്രം. പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ ഈ വലിയ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തരുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം അത് നശിച്ചു പോകുന്നതാണ്. നശിച്ചു പോകാത്ത ആഹാരം കർത്താവിന്റെ സന്നിധിയിലുണ്ട്. അതെന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്തോത്രം. പിശാച് യേശുവിനെ പരീക്ഷിക്കുന്ന സമയത്ത് യേശു പിശാചിനോട് പറഞ്ഞൊരു പദമാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. ഇന്ന് ബന്ധക്കോസുകാര് വചനം കൊണ്ടാണോ ജീവിക്കുന്നത്, അപ്പം കൊണ്ടാണോ ജീവിക്കുന്നത്? ബഹുഭൂരിപക്ഷം അപ്പം കൊണ്ടാണ് ജീവിക്കുന്നത്. പ്രാർത്ഥന കഴിയുമ്പോൾ പപ്പടം, പഴം, പായസം കൂട്ടി ഒരു തിരുമണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ. നല്ലൊരു ബിരിയാണിയും കൂട്ടി ഒരു നല്ലൊരു ചാപ്പാട്, അത് കഴിഞ്ഞൊരു പൂവമ്പഴ്, പെപ്സിയും എല്ലാം കൂട്ടി ഒരു ഉഗ്രം ചാപ്പാടുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെപോലെ ആൾ കൂടും മീറ്റിങ്ങിൽ. കാരണം എന്താ? ഭക്ഷണത്തിന് വേണ്ടി, ഭൗതികത്തിന് വേണ്ടി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കഴിക്കുന്നതൊന്നും പാവമായിട്ട് തെറ്റായിട്ടൊന്നും ഞാൻ ചിത്രീകരിക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കയ്യിൽ കാശുണ്ടെങ്കിൽ കഴിക്കില്ലെങ്കിൽ അതുപോലെ അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഗോള് ഭൗതികമാകരുത്, ആത്മീകമായിരിക്കണമെന്നുള്ളത് ഇന്ന് പൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ ഉറക്കണം. ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ആഹാരമല്ല നമ്മുടെ വിഷയം. നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ആഹാരമുണ്ട്. അതാണ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്ന് വിളമ്പി കൊടുത്തത്. പലസ്തീൻ നാട്ടിലെ കർത്താവ് നെടുകയും കുറുകയും നടന്ന് വിളമ്പിയ വചനം മുഴുവൻ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അതാണ് നമ്മുടെ ആഹാരം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 61 വായിക്കാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. യോഹന്നാൻ 6:63. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. എങ്കിലും മതി. ആത്മാവും ജീവനുമാകുന്നു. കർത്താവ് നുറുക്കിക്കൊടുത്ത അപ്പം ഈ ശരീരത്തിന് വേണ്ടിയുള്ളതാണ്, ഈ ജഡശരീരത്തിന് വേണ്ടിയുള്ളതാണ്, ഈ മണ്ണിൽ നിർത്ത ശരീരത്തിന് വേണ്ടിയുള്ളതാണ് കർത്താവ് നുറുക്കിക്കൊടുത്തത്. എന്നാൽ പലസ്തീൻ നാട്ടിൽ വന്ന് കർത്താവ് ശിഷ്യന്മാരെ വേർതിരിച്ച് അവരെ കൊണ്ടുപോയി പഠിപ്പിച്ച് അവർക്ക് പകർന്നു കൊടുത്ത വചനങ്ങൾ, അതിൽ ആത്മാവുണ്ട്, അതിൽ ജീവനുണ്ട്, അത് നിത്യജീവന് വേണ്ടി നമ്മളെ നിലനിർത്തുന്ന വചനങ്ങളാണെന്ന് നമ്മൾ ഇന്ന് പൽക്കാലം ആഴത്തിൽ ഒന്ന് ഗ്രഹിക്കണം. ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ച്, ഇന്നലെ രാത്രി ഈ ചിന്ത വന്നു, രാവിലെയാണ് ഈ വിഷയം പ്രിപ്പയർ ചെയ്തത്. കാരണം വിഷയങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, കർത്താവ് ഒരു പുതിയ വിഷയം എനിക്ക് കിട്ടണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്നൊരു ഭാഗമാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാവും. എപ്പോഴും അത് പ്രസംഗിക്കാറുണ്ട്. അത് പ്രസംഗിക്കാത്ത പ്രസംഗങ്ങളൊന്നും പ്രസംഗങ്ങളല്ലെന്നേ. എത്ര പ്രസംഗിച്ചാലും അത് മതിയാകത്തില്ല വാക്യം. കാരണം കർത്താവ് പലസ്തീൻ നാട്ടിൽ വന്ന് ശിഷ്യന്മാരെ വേർതിരിച്ച് അവരോട് സംസാരിച്ച വചനങ്ങൾ, ഗിരിപ്രഭാഷണം 5, 6, 7 അത് തന്നെയല്ലേ? ലോകത്ത് അതുപോലെ ഒരു പ്രഭാഷണം ഉണ്ടോ സഹോദരങ്ങളെ? ലോകത്ത് അതുപോലെ ഒരു ഗുരു പഠിപ്പിച്ച ഒരു പഠനമുണ്ടോ വേറെയെങ്കിലും? ഏതെങ്കിലും ഒരു ഗുരു? ഇവിടെ ഇഷ്ടംപോലെ ഗുരുക്കളുണ്ട്. അതായത് കുറെ ഗുരുക്കളുടെ കാര്യം പേര് പറഞ്ഞു. ശ്രീനാരായണ ഗുരു, പിന്നെ അടുത്ത
സോക്രട്ടീസ്, അരിസ്റ്റോട്ടില്, പിന്നെ ലെനിന്, പിന്നെ കാറൽ മാർക്സ്, പിന്നെ ഒത്തിരി 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 ഉണ്ട്, ഒത്തിരി ഉണ്ട്. വിവേകാനന്ദൻ, സ്വത്രം, ഒത്തിരി ആൾക്കാരുണ്ട്. ഭാരതത്തിലും ആഗോള വ്യാപകമായി അനേക ഗുരുക്കന്മാരെ എഴുന്നേറ്റിട്ടുണ്ട്. ഈ ഗുരുക്കന്മാരെല്ലാം പറഞ്ഞ വചനത്തെക്കാൾ ശ്രേഷ്ഠകരമായ വചനമാണ്, നിത്യജീവന്റെ വചനങ്ങളാണ് ദൈവപുത്രൻ വാരി വിതറിയത്. ആ വചനമാണ് ഇവിടെ ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഞാനൊരു കഥ പറയാം. സ്തോത്രം. മനോഹരമായൊരു കഥ.